ഹലോ ഫ്രണ്ട്സ്, അൽഗോരിതമിക് തിങ്കിങ് ഇൻ പൈതണിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. 4th മൊഡ്യൂളിലാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ ഒരു കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചിലൂടെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യുമെന്നുള്ളതായിരുന്നു കണ്ടിരുന്നത്. സോ അതിൻ്റെ ഒരു ഫൈനൽ മൊഡ്യൂളാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ബേസിക്കലി ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ ഒരു കമ്പ്യൂട്ടേഷണൽ അപ്രോച്ചിലൂടെ എങ്ങനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് കാണുന്നത്. സോ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ സോൾവിങ് എ പ്രോബ്ലം ഇൻവോൾവ്സ് ഫൈൻഡിങ് എ വേ ടു മൂവ് ഫ്രം എ കറന്റ് സിറ്റുവേഷൻ ടു ഡിസൈർഡ് ഔട്ട്കം. To be able to solve a problem using computation approach, the problem itself needs to have a certain characteristic. So നമ്മുടെ മുന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഏത് മെത്തേഡിലൂടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ളതൊക്കെ മനസ്സിലാവണമെങ്കിൽ ആ ഒരു പ്രോബ്ലത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. സോ ആ ഒരു ബെസ്റ്റ് അപ്രോച്ചിലൂടെ നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതൊരു പ്രോബ്ലം ആണെങ്കിലും അത് എന്തായിരിക്കണം, അത് ക്ലിയർലി ഡിഫൈൻഡ് ആയിരിക്കണം. ആ ഒരു പ്രോബ്ലത്തിൽ നമ്മൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, എന്ത് ഔട്ട്പുട്ടാണ് നമുക്ക് വേണ്ടത്. ദിസ് മീൻസ് ദാറ്റ് വൺ ഷുഡ് ബി ഏബിൾ ടു ഐഡൻറ്റിഫൈ ദ കറൻറ്റ് സിറ്റുവേഷൻ, the end goal, the possible means of reaching the end goal and the potential obstacles. So പ്രോബ്ലത്തിൻ്റെ സിറ്റുവേഷൻ എന്താണ്, അതിൻ്റെ ഗോൾ എന്താണ്, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് എന്താണ് അതിൽ മീൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ ഇഷ്യൂസ് ആയിരിക്കും നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോബ്ലത്തിനെ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ. സോ അതെന്ന് പറയുന്നത് ഷുഡ് ബി കമ്പ്യൂട്ടബിൾ ആണ്. വൺ ഷുഡ് കൺസിഡർ ദാറ്റ് വാട്ട് ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് ആർ റിക്വയർഡ് ആൻഡ് ഇഫ് ദർ ആർ ഫീസിബിൾ വിത്തിൻ എ റീസണബിൾ ടൈം ഫ്രെയിം ആൻഡ് പ്രോസസ്സിംഗ് കപ്പാസിറ്റി. നമ്മുടെ ആ പെർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ നിന്നുകൊണ്ട് നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡാറ്റ റിക്വയർമെൻറ്റ്, എന്തൊക്കെ ഡാറ്റ നമുക്ക് ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാം. അതായത് ദ ടൈപ്പ് ഓഫ് ഡാറ്റ ദ പ്രോബ്ലം ഇൻവോൾവ്സ് ആൻഡ് ദ സ്റ്റോറേജ് കപ്പാസിറ്റി റിക്വയർഡ് ടു കീപ് ദിസ് ഡാറ്റ. എത്രത്തോളം ഡാറ്റ നമുക്കിതിന് ആവശ്യമുണ്ട്, ഈ ഡാറ്റയൊക്കെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങൾ. വൺ ഷുഡ് ബി ഏബിൾ ടു ഡിറ്റർമൈൻ ഇഫ് ദ പ്രോബ്ലം ക്യാൻ ബി അപ്രോച്ച്ഡ് യൂസിങ് ഡീകമ്പോസിഷൻ ആൻഡ് അബ്സ്ട്രാക്ഷൻ ആസ് ദീസ് മെത്തേഡ്സ് ആർ കീ ഫോർ ടാക്ലിംഗ് കോംപ്ലക്സ് പ്രോബ്ലം. സോ ഒരു കോംപ്ലക്സ് പ്രോബ്ലത്തിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഒന്നുകിൽ ഡീകമ്പോസിഷൻ മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അബ്സ്ട്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. അതായത് ഒരു വലിയ കോംപ്ലക്സ് പ്രോബ്ലത്തിനെ നമ്മൾ ഡിഫറെൻറ്റ് പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് നമ്മളതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിനെ മൊത്തത്തിൽ ഒന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്കതിനെ സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കണം. സോ ഇങ്ങനെ ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഏതൊരു പ്രോബ്ലത്തിനെയും നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ ബേസിക്കലി കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുന്ന ഡിഫറെൻറ്റ് അപ്രോച്ചുകൾ എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ ഡിഫറെൻറ്റ് അൽഗോരിതംസ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, ആ ഒരു സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു പെർട്ടിക്കുലർ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിലുള്ള ഫസ്റ്റ് ടൈപ്പാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ അവിടെ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ഡയറക്റ്റ് ആൻഡ് ഒബ്വിയസ് റൂട്ടാണ്. സോ അതായത് അവിടെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, വളരെ സിമ്പിളായിട്ട് നമ്മൾ ആ ഒരു പ്രോബ്ലത്തിനെ അപ്രോച്ച് ചെയ്തിട്ട് സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സോ അവിടെ നമ്മൾ ടാക്ടിക്കലായിട്ടുള്ള അപ്രോച്ചോ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഓപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകളോ ഒന്നും നമ്മളവിടെ യൂസ് ചെയ്യില്ല. ഡയറക്റ്റ് അപ്രോച്ച് ആയിരിക്കും. ദ അപ്രോച്ച് ഡസൻ അറ്റംപ്റ്റ് ടു മിനിമൈസ് ദ നമ്പർ ഓഫ് ഓപ്പറേഷൻ റിക്വയർഡ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ. ഇറ്റ് ഈസ് കോമൺ ഇൻ സെർച്ചിങ് പ്രോബ്ലം. നമ്മൾ എന്തെങ്കിലും ഒരു സാധനം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അതിനെ യൂസ് ചെയ്യും. സോ ഫോർ എക്സാമ്പിൾ, സപ്പോസ് നമ്മുടെ കയ്യിലൊരു പെട്ടിക്കകത്ത് കുറേ സാധനങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ സാധനം മാത്രം നമുക്ക് കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, അതിനകത്തുള്ള ഓരോ സാധനങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്ക് വേണ്ടത് എടുക്കുകയാണ് ചെയ്യുക. ഇറ്റ്സ് കോമൺ ഇൻ സെർച്ചിങ് പ്രോബ്ലംസ്. ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ സെർച്ചിങ്
problems where the goal is to find a specific object from a list of candidates. So ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സാധനം പെർട്ടിക്കുലർ സാധനം സെർച്ച് ചെയ്തെടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഇതിലൂടെ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അവിടെ ഒരു ഒപ്റ്റിമൈസേഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും നടക്കില്ല. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഗ്രോസറി സ്റ്റോറിൽ പോവുകയാണെങ്കിൽ, ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ, നമുക്ക് ഫോർ എക്സാമ്പിൾ വേണ്ടത് ഒരു ഫ്രോസൺ ഫുഡിൻ്റെ സെക്ഷനിൽ പോയിട്ട് അവിടുന്ന് കുറച്ച് ഫ്രോസൺ ഫുഡ് വാങ്ങുകയാണെന്നുള്ളതാണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, നേരെ പോവുക, ആ ഒരു ഫ്രോസൺ ഫുഡിൻ്റെ സെക്ഷനിൽ ചെല്ലുക, അവിടുന്ന് നമുക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങുക, നമ്മൾ പോവുകയാണ്. പക്ഷേ അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമുക്ക് ഫ്രോസൺ ഫുഡ് വേണ്ട സെക്ഷൻ ലാസ്റ്റിലേക്കാണെങ്കിലും നമ്മൾ ഇതിലുള്ള എല്ലാ സെക്ഷനിലൂടെയും ഇങ്ങനെ നടന്ന് നമുക്ക് ചിലപ്പോൾ ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി ലാസ്റ്റിൽ നമ്മൾ ആ ഒരു ഫ്രോസൺ ഫുഡ് സെക്ഷനിൽ പോയിട്ട് സാധനം മേടിക്കുന്ന ഒരു മെത്തേഡാണ് ബേസിക്കലി അവിടെ സംഭവിക്കുന്നത്. അവിടെ നമ്മളൊരു ഒപ്റ്റിമൈസേഷൻ നടക്കും. നമ്മളവിടെ കുറച്ച് ടൈം നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ട്, നമ്മുടെ എനർജി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ എല്ലാത്തിലൂടെയും സെർച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനാണ് ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് നമ്മൾ ചുരുക്കത്തിൽ പറയാം. It ignores optimization. Unlike intelligent search method, brute force ignore potential optimization in search through all candidates, even when some could be eliminated. നമ്മൾക്ക് ചില സാധനം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള സെക്ഷനിലേക്ക് നമ്മൾ പോവാതെ നമുക്ക് വാങ്ങേണ്ട സാധനം എന്താണോ അവിടെ പോയി നമ്മൾ സാധനം മേടിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ഇതിലൂടെ എല്ലാം പോവുകയാണ് അവിടെ ചെയ്യുന്നത്. സോ അവിടെ വലിയൊരു രീതിയിലുള്ള സെർച്ചിങ് ആണ് നമുക്കവിടെ സംഭവിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ടൈം കൺസ്യൂമിങ് ആസ് ഇറ്റ് ചെക്ക് ഈച്ച് കാൻഡിഡേറ്റ് വിത്തൗട്ട് റിഡ്യൂസിങ് ദ സെർച്ച് സ്പേസസ്, എസ്പെഷ്യലി ഇൻ ലാർജ് പ്രോബ്ലം. സോ നമ്മുടെ മുമ്പിലുള്ള പ്രോബ്ലം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ, ഇപ്പം ഒരുപാട് സാധനങ്ങൾ നമ്മളുണ്ട്, അതിൽ നിന്ന് നമുക്കൊരു പെർട്ടിക്കുലർ സാധനം സെർച്ച് ചെയ്തെടുക്കണം, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിലുള്ള എല്ലാത്തിലൂടെയും പോയിട്ട് കണ്ടുപിടിക്കുന്ന ഒരു മെത്തേഡ് ബേസിക്കലി അതൊരു ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. അത് ടൈം കൺസ്യൂമിങ് അധികമായിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ഈ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മുടെ കയ്യിലൊരു നമ്പർ കോമ്പിനേഷനുള്ള ഒരു ലോക്ക് ഉണ്ട്. സോ അതിൻ്റെ കോമ്പിനേഷൻ നമ്മൾ മറന്നുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ചിലൂടെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ സപ്പോസ് 4 കോമ്പിനേഷനുള്ള ഒരു ലോക്കാണെങ്കിൽ അത് നമ്മൾ 0000 തൊട്ട് 9999 വരെയുള്ള എല്ലാ കോമ്പിനേഷൻസും നമ്മൾ ചെയ്ത് നോക്കിയിട്ട് അതിൽ സൊല്യൂഷനിലേക്ക് എത്തുന്ന ഒരു മെത്തേഡിനെയാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറയാം. സോ ഇതെന്ന് പറയുന്നത് ബേസിക്കലി ടൈം കൺസ്യൂമിങ് ഒരു പ്രോസസ്സാണ്. സപ്പോസ് നമുക്ക് ഈ ഒരു കോമ്പിനേഷനകത്തുള്ള എന്തെങ്കിലും ഫസ്റ്റ് നമ്പറോ അല്ലെങ്കിൽ ലാസ്റ്റ് നമ്പറോ അല്ലെങ്കിൽ മിഡിലുള്ള ഒരു നമ്പറോ നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ ആ ഒരു നമ്പർ മാത്രം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കിയുള്ളത് ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് നമ്മളവിടെ കൺസിഡർ ചെയ്യില്ല. നമ്മൾ ഈ 000 വെച്ച് എല്ലാ കോമ്പിനേഷൻസും ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ആ ഒരു സൊല്യൂഷനിലേക്ക് എത്തുന്ന മെത്തേഡാണ് ഇതിപ്പോൾ ഒരു 4 കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ 10⁴ എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്കവിടെ വരിക. സോ അവിടെ 10,000 കോമ്പിനേഷൻസ് വരും. 5 കോമ്പിനേഷൻസ് ഉള്ള ലോക്കായിരുന്നെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കോമ്പിനേഷൻസ് നമുക്കവിടെ വരും. സോ ബേസിക്കലി ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടൈം കൺസ്യൂമിങ് പ്രോസസ്സ്. ഇതിനെയാണ് നമ്മൾ ബ്രൂട്ട് ഫോഴ്സ് അപ്രോച്ച് എന്ന് പറയാം.